KSUവിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ ലോയേഴ്സ് കോൺഗ്രസും VD സതീശനെ തുറന്നെതിർക്കുകയാണ് ലോയേഴ്സ് കോൺഗ്രസ്. KSU ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞു. ലോയേഴ്സ് കോൺഗ്രസ് നൽകുന്നതിന്റെ അടിയിൽ ഒപ്പിടാനാണോ ഇരിക്കുന്നതെന്നും ചോദിച്ചു. ഇനി കോൺഗ്രസ് ആരാണെന്ന് കൂടി ചോദിച്ചാൽ മതിയെന്ന് ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് PK അബ്ദുൾ റഹ്മാൻ പറയുന്നു. സർക്കാരിന്റെ ഗവൺമെന്റ് പ്ലീഡർ നിയമനമാണ് ഏറ്റവും ഒടുവിൽ KSU മുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കത്തിലേക്കടക്കം എത്തിയിരിക്കുന്നത്. ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ PK അബ്ദുൾ റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ്. കാര്യങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരമായിട്ടില്ല, കാരണം ഉന്നയിച്ച കാര്യങ്ങൾ ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. ഈ ജിയോണ ജെയിംസ് ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഒരു അംഗമാണോ? അത് ഹൈക്കോടതി തന്ന ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് ജിയോണ ജെയിംസ്. അതിൽ നമ്മൾ ഇടപെടൽ നടത്താത്തതിൻ്റെ കാരണം മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏതെല്ലാം ജില്ലകളിൽ നിന്ന് ലിസ്റ്റ് കൊണ്ട് വരുന്നു ആ ലിസ്റ്റ് അങ്ങനെ തന്നെ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്താൽ മതി, സെലക്ഷനും ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജില്ലകളും തന്ന ലിസ്റ്റും ഹൈക്കോടതിയിൽ നിന്ന് അനൂപ് നായർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സ്റ്റേറ്റ് അറ്റോർണി അദ്ദേഹം പ്രസിഡൻ്റ് ആയിരിക്കുന്ന കമ്മിറ്റിയിൽ തന്ന ലിസ്റ്റ് അതുപോലെ തന്നെ ആ ഒപ്പും വെച്ച് ഫോർവേഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന ഈ കാൻഡിഡേറ്റിന് എന്താണ് കൂടുതൽ അതിന് പ്രയോറിറ്റി കൊടുക്കാനുള്ള കാരണം എന്നുള്ളത് ആര് ചോദിച്ചാലും അത് സംശയാസ്പദമാണ് എന്നുള്ള സംശയമില്ല. പക്ഷേ അവരുടെ ലിസ്റ്റിൽ കയറി കൂടിയതിൽ കൃത്യമായിട്ടും ഹൈക്കോടതി യൂണിറ്റ് പ്രസിഡൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തത്തിനും അവരുടെ ചില കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ്. ഡീനാണ് ഈ ജിയോണയെ ശുപാർശ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു എന്നുള്ളത് ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞറിയണ്ടേ? അദ്ദേഹം മാത്രം പറഞ്ഞാൽ മതിയോ? കേവലം ഇത്ര ജൂനിയറായിട്ടൊരാൾ അത് കണ്ണൂരോ മറ്റോ കിടക്കുന്നു, അദ്ദേഹം ഇടുക്കിയിൽ മത്സരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അവിടെ ഒരാൾക്ക് അദ്ദേഹത്തെ ഇത്രമാത്രം ഇൻട്രസ്റ്റ് എടുക്കാൻ ഇവിടെ കിടക്കുന്ന ആളെ കുറിച്ചിട്ട് എന്താണ് അതിൻ്റെ അകത്തുള്ള കാര്യം എന്നുള്ളതിനെക്കുറിച്ച് അതിന് അവസരം വരണ്ട. ഇനിയിപ്പോൾ KSU ആരാന്ന് ചോദിച്ചു, ലോയേഴ്സ് കോൺഗ്രസിൻ്റെ അടിയിൽ ഒപ്പിടാനാണോ എന്ന് ചോദിച്ചു. ഇനി കോൺഗ്രസ് ആരാണെന്ന് ചോദിക്കാനും കൂടിയുള്ള അവസരമാണ് ഇനിയിപ്പോൾ ചിലപ്പോൾ ഉണ്ടാകാനുള്ളൂ. അല്ലാതെ പിന്നെ ഇങ്ങനെ ഈ പാർട്ടിയുടെ സംവിധാനം ഉണ്ടല്ലോ. നിയമനങ്ങളുമായി ബന്ധപ്പെട്ടൊരു KSU ആരാണ്, ലോയേഴ്സ് കോൺഗ്രസ് ലിസ്റ്റിൽ ഒപ്പിടലാണോ ജോലി എന്ന് ചോദിച്ചാൽ ഇനി കോൺഗ്രസ് ആരാണെന്നുള്ള ചോദ്യം കൂടി എനിക്ക് അവശേഷിക്കുന്നുള്ളൂ. ആ ചോദ്യം എപ്പോഴാണ് വന്നതെന്ന് മാത്രമേ എനിക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ. ജോയ്സിയാറിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കുറച്ച് കടുപ്പിച്ചാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ സംസാരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ബിനിലുണ്ട്. ബിനിലാണ് അദ്ദേഹവുമായി സംസാരിച്ചത്. ബിനിൽ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം മുഖ്യമന്ത്രി പുറത്തുവിട്ട ആ കുറിപ്പ്, ലോയേഴ്സ് കോൺഗ്രസ് നൽകിയ ആ പട്ടിക, അതിൽ എല്ലാ പേജിന്റെയും അവസാനം ഇദ്ദേഹത്തിന്റെ ഒപ്പുണ്ടല്ലോ. അപ്പൊ അത് നോക്കാതെയാണ് അന്ന് ഒപ്പിട്ടത്. ആര്യ, വളരെ ഷാർപ്പായിട്ടുള്ള ചില വാക്കുകളാണ് അബ്ദുൾ റഹ്മാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം ആര്യ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയും ഇതിൽ പറയുന്നുണ്ട്. കാരണം ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയപ്പോൾ അദ്ദേഹം ലോയേഴ്സ് കോൺഗ്രസിന്റെ അധ്യക്ഷനായ അബ്ദുൾ റഹ്മാനോട് പറഞ്ഞത്, നിങ്ങൾ കിട്ടുന്ന പട്ടികകൾ ഇങ്ങോട്ടേക്ക് തന്നാൽ മതി, അതിൽ നിങ്ങൾ പരിശോധന നടത്തുകയോ അതിൽ സെലക്ഷൻ നടത്തുകയോ ചെയ്യേണ്ടതില്ല, ആ സെലക്ഷൻ ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് കർശനമായി പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഹൈക്കോടതിയിലെ ലോയേഴ്സ് കോൺഗ്രസിന്റെ യൂണിറ്റ് കമ്മിറ്റി നൽകിയ പട്ടികയും മറ്റ് 14 ജില്ലാ കമ്മിറ്റികൾ നൽകിയ പട്ടികയും അതേപടി ആ കവറിംഗ് ലെറ്ററോടുകൂടി KPCCക്കും മുഖ്യമന്ത്രിക്കും കൈമാറുകയാണ് ചെയ്തത്. ഈ ലിസ്റ്റ് ഞങ്ങൾ പരിശോധിച്ചു. അത് പരിശോധിച്ച് ഓരോരുത്തരുടെയും കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ടാണ് അവരെ നിയമിച്ചതെന്നാണ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. പക്ഷേ ആ വാദത്തെ പോലും ഇവിടെ അബ്ദുൾ റഹ്മാൻ തള്ളുകയാണ്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഏത് സെലക്ഷൻ പ്രോസസ്സാണ് നടത്തിയത്. ഒരു സെലക്ഷൻ നടത്തുമ്പോൾ അതിന് എന്തൊക്കെയാണ് ക്രൈറ്റീരിയ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ, ഒരു അന്വേഷണം ഉണ്ടാകുമല്ലോ. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണം നടത്തിയതായി തനിക്ക് അറിവില്ല എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തള്ളുകയാണ്. KSU ഉയർത്തിയ വിമർശനത്തിനപ്പുറം കടന്ന് ലോയേഴ്സ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എടുത്തു കഴിഞ്ഞാൽ KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു. VD സതീശൻ MG യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായതിനു ശേഷം തൊട്ടു പിന്നാലെ MG യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ചെയർമാനാകുന്നയാൾ അബ്ദുൾ റഹ്മാനാണ്. അങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു നേതാവ് കൂടിയാണ് അദ്ദേഹമാണ് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ കാര്യങ്ങളെ വിമർശിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഹൈക്കോടതിയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അനൂപ് നായരാണ്. അദ്ദേഹമാണ് ഇപ്പോൾ സ്റ്റേറ്റ് അറ്റോർണി ആയിട്ടുള്ളത്. അദ്ദേഹം നൽകിയ പട്ടിക അതേപടി കൈമാറുകയാണ് ചെയ്തത്. ആ പട്ടികയിൽ എങ്ങനെ ഇപ്പോൾ KSU ഉന്നയിച്ച KSUവിന്റെ പരാതിക്ക് അടിസ്ഥാനം
ജിയോണ ജെയിംസ് എന്ന ഗവൺമെന്റ് ലീഡറുടെ നിയമനമാണ്. ആ വ്യക്തിയുടെ കാര്യത്തിലും ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗമാണ് അവരെന്നത് തനിക്ക് അറിവില്ല എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇതിനൊരു മെമ്പർഷിപ്പില്ല, ഈ സംഘടനയ്ക്കൊരു മെമ്പർഷിപ്പ്. അലോഷ്യസ് സേവ്യർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇന്നലെ കൃത്യമായി ഡീൻ കുര്യാക്കോസ് മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തല തൊട്ട് കാണിച്ച് അവിടെയുള്ള SFIക്കാർ പണ്ട് തല്ലിയതിന്റെ സ്റ്റിച്ച് തൊട്ട് കാണിച്ചാണ് SFIക്കാർ ആരാണ് എന്ന് എന്നെ പഠിപ്പിക്കേണ്ട എന്നാണ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞത്. അപ്പം ഇനിയും ഈ വിവാദങ്ങൾക്ക് എത്രത്തോളം ആയുസ് ഉണ്ടാകും ബില്ലിൽ മുന്നോട്ട് പോകുമ്പോൾ? വിവാദങ്ങൾക്ക് ആയുസ്സുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഇപ്പോൾ KPCC എവിടെ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ നേതാക്കളെല്ലാം പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്നത് അവർ KPCCക്ക് മുന്നിൽ വയ്ക്കുന്ന പരാതികളിൽ കൃത്യമായ ഒരു തീരുമാനം വരുന്നില്ല, KPCC യോഗം വിളിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ അധ്യക്ഷനടക്കം AICCക്കും KPCCക്കും പരാതി നൽകിയിട്ടുണ്ട്. AICCയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. 2 തവണ കണ്ടത് സംബന്ധിച്ച പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അവരുടെ പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇനി ഈ കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം KSU, ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ്, ഇനി ആരൊക്കെയാണ് ഈ സർക്കാരിനെതിരെ വിമർശനവുമായി വരാനിരിക്കുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു നമുക്കറിയാം ബില്ലിൽ പറഞ്ഞതുപോലെ ആരൊക്കെ സർക്കാരിനെതിരെ വിമർശനവുമായി ഇനി രംഗത്ത് വരാനിരിക്കുന്നു.